എടാ ഇതിപ്പോ എടാ ആരവേ? എന്താണ് മോനെ, നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് എന്ത് പറഞ്ഞില്ലാന്ന്? ഒന്നും പറയണ്ട മോനെ, നടക്കട്ടെ നടക്കട്ടെ. മണ്ട വായ മൂട്. ഇത് നീ വിചാരിക്കുന്നൊന്നുമല്ല, ഒരു വട്ടി കേസാ. ഇവിടുന്ന് പെട്ടെന്ന് മുങ്ങിയേക്കാം. അയ്യോ എന്റെ കൊടയും കൊണ്ട് പോയി. അയ്യോ ഇനിയിപ്പോ കൊട എങ്ങനെ തിരിച്ചു കിട്ടും? എങ്ങനെ ഇപ്പൊ ഞാൻ ആരവന്റെ ഫ്യൂച്ചർ മാറ്റും? ഭാവിയില് അവൻ മരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പഴയ കാലത്തോട്ട് വന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്താലാ അവൻ മരിക്കാണ്ടിരിക്ക? അവൻ ഏറ്റവും സങ്കടമുള്ള കാര്യം എന്തായിരുന്നെന്ന് അവൻ ഇന്റർവ്യൂല് പറഞ്ഞേ. എനിക്ക് വലിയൊരു ഇഞ്ചറി ഉണ്ടായി. എനിക്ക് അതിനുശേഷം സർജറി ഉണ്ടായി. അതിനുശേഷം ഞാൻ ഒരിക്കലും സ്വിമ്മിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാനൊരു കേപ്പ് ഐഡലായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഓ, ഈ ഫൈനൽ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും നീന്താൻ കഴിയില്ലേ? അവന്റെ ഷോൾഡറിന് വലിയ ഇഞ്ചറി ആകും. അവൻ ഈ ഫൈനൽ നീന്തി കഴിഞ്ഞാൽ അവന്റെ ഷോൾഡർ ഇഞ്ചറി ആയിട്ട് പിന്നെ അവർക്ക് ഒരിക്കലും നീന്താൻ കഴിയില്ല. അതായിരിക്കും അവൻ ഏറ്റവും വലിയ വിഷമം ഭാവിയിൽ ഉണ്ടാക്കാം. ഇങ്ങനെയെങ്കിലും ഈ സ്വിമ്മിങ്ങിന്റെ ഫൈനല് തടഞ്ഞു തീരും. പക്ഷെ എങ്ങനെ? അവരോട് ചെന്ന് പറയാം. സിഗരറ്റ് യൂസ് ചെയ്യുന്നോ? എത്ര ധൈര്യം ഉണ്ടായിക്കേ പ്രായത്തിന് മൂത്ത ആൾക്കാരുടെ മുമ്പിൽ സിഗരറ്റ് യൂസ് ചെയ്യുന്നത്? ഓ മാഡം, മാഡത്തിന് എത്ര പ്രായമായി? 31 വയസ്സ് കഴിഞ്ഞ എനിക്ക്. നിനക്ക് എന്റെ പകുതി പ്രായമേ കാണോ? അറിയുന്നത് കേട്ടോ, സിഗരറ്റ് ഒഴിവാക്കിക്കോ. ഓ വലിയ ആളാണല്ലേ. അല്ല എവിടെയാ തലയിടിച്ചേ? എന്റെ തലയൊന്നും എവിടെ ഇടിച്ചിട്ടില്ല, മനസ്സിലായോ? ഇന്നലെ കണ്ട ആളല്ലല്ലോ ഇത്. ഇന്നലെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇന്നലെ എന്താ പ്രശ്നം? ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കേ. എന്റെ മെമ്മറീസ് ഒക്കെ പോയതുകൊണ്ട് എനിക്ക് പിന്നെ മനസ്സിലാവുന്നില്ലല്ലോ. ആലോചിക്കണം. ആലോചിച്ചെടുക്കാൻ ആരായിരുന്നു? ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാ. ഐ ലവ് യു സോ മച്ച്. എനിക്ക് നിങ്ങളുമാരല്ലേ. എന്താണു നിനക്ക് ചെറുപ്പത്തിൽ തീരെ ബുദ്ധി ഇല്ലായിരുന്നല്ലേ? ഹൈസ്കൂളിൽ പഠിക്കുന്ന നിനക്ക് ഇത്ര ബുദ്ധി ഇല്ലായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഫ്യൂച്ചറിൽ അതിന് എത്രയോ ബെറ്റർ. എടി നീ എന്ത് പോക്കാടി. ദൈവമേ, ഞാൻ എന്തൊക്കെയാ ഈ പാസ്റ്റിൽ കാണിച്ചു വെച്ചേക്കുന്നേ? പാസ്റ്റിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞ നന്നായി. എന്തേ? ആക്ച്വലി അത് ഞാനല്ല. ഓ പിന്നെ ആരാ? ഇപ്പൊ ഓർമ്മ വന്നോ? ഇന്നെന്താ ശരിക്കും വ്യത്യസ്തമായിരിക്കുന്നല്ലോ. ഇങ്ങനത്തെ പോലെയല്ലല്ലോ. ഇവനോട് ഞാൻ എങ്ങനെ പറയും ഞാൻ ഫ്യൂച്ചർ തനുവാണ് പാസ്റ്റിൽ തനു അല്ലാതെ? എടാ പൊട്ട, നീ മീറ്റ് ചെയ്തിരുന്ന ആ പഴയ കാലത്തെ പാവ അനുവിനെയാ, അന്തവും കുന്തവും ഇല്ലാത്ത. ഞാനാണെങ്കിൽ നല്ലൊരു അനുവാ, നല്ല മെച്യൂർഡ് ആയിട്ടുള്ള അനു, 31 വയസ്സുള്ള അനു. അതെ, അത് മെച്യൂരിറ്റി ഇല്ലാത്ത അനു, ഇത് മെച്യൂർഡ് ആയിട്ടുള്ള അനു, മനസ്സിലായോ? അയ്യോ, നോട്ടം കണ്ട വീണ് പോവുകയും ചെയ്യും. ഇതങ്ങോട്ട് പിടി. അയ്യേ, ഓ അപ്പൊ ഇതാണ് ഗബ്രി. ഇപ്പൊ ഓർമ്മ വന്നേ. ഈ സ്കൂളിൽ സ്മോക്ക് ചെയ്യേ? ആര് സ്മോക്ക് ചെയ്യാ? സർ ഞാനില്ല. നിന്റെ കയ്യില് പിന്നെ എന്താ ഉള്ളത്? ഈ സ്കൂളിൽ സ്മോക്ക് ചെയ്യാൻ നിനക്ക് ആരും അനുവാദം തന്നത്? ഇങ്ങോട്ട് വാ, നിനക്ക് ഇതിന് തക്കതായ പണിഷ്മെന്റ് ഉണ്ട്. ഞാനല്ല സർ, ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല. ഞാനൊരു പാവമാ സാറേ. ചെയ്തത് ഞാനല്ല സാർ, ഞാൻ പിടിച്ചു വാങ്ങിയതാ. എല്ലാം പറയുന്നോ? വാ എന്റെ കൂടെ വാ, പണിഷ്മെന്റ് ഇത് തന്നെ തരാം നിനക്ക്. സാറേ, ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. ഓ ശരിക്കും അപ്പൊ സ്മോക്ക് ചെയ്യാറില്ലേ? പിന്നെ കയ്യിലിരിക്കുന്നത് എന്താ, പെൻസിലോ? പെൻസിലാണോ കയ്യിൽ വെച്ചിരിക്കുന്നത്? നീ ഇന്ന് മുഴുവൻ ഇവിടെ ഇങ്ങനെ ഇരുന്നോണം. ഞാനേ CCTVയിലൂടെ നോക്കും നീ എങ്ങനെ ഇരിക്കുന്നതെന്ന്, മനസ്സിലായോ? ഓ അപ്പൊ നീ ഇപ്പൊ സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയല്ലേ? മൊത്തത്തിൽ കിളി പോയിരിക്കാണല്ലേ? എന്തായാലും ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ CCTV ഒന്നും ഇല്ല, എണീറ്റ് പൊക്കോ. അയാൾ നിന്നെ പറ്റിച്ചതാ. അതെ, അതൊന്നും അറിഞ്ഞൂടെ അപ്പോ? എന്താ? അതെ, അതിനിപ്പോ നിനക്കെന്താ? അതെന്താ? അതിൽ നിങ്ങൾ പങ്കെടുത്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോൾഡർ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു സ്വിമ്മർ ആവാൻ പറ്റില്ല. എന്താ ഒന്നും പറയാത്തെ? ഇതുകൊണ്ടാണ് ചോദിച്ചില്ലേ? എന്താ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോ ആർക്കൊന്നും കേൾക്കാത്തെ? സ്റ്റക്കായി പോവാണല്ലോ. ഇതെന്താ? ഓ ഒന്ന് വഴിന്ന് മാറോ? നിങ്ങൾ ഫൈനലിൽ പങ്കെടുക്കരുത്. അല്ല പറഞ്ഞേ നീ എന്റെ സ്വിമ്മിങ്ങിന്റെ ഫാനാണെന്ന്. എന്നിട്ട് ഞാൻ സ്വിം ചെയ്യാൻ പാടില്ലെന്നോ? സ്വിം ചെയ്യണ്ട പ്ലീസ്, പറയുന്നത് കേക്ക്. അത് നല്ലതിനല്ല. എന്താ ഇവക്ക്? ഒന്ന് മാറി വഴിന്ന്, എനിക്ക് പ്രാക്ടീസിന് പോവാനുണ്ട്. ഫൈനലിൽ പങ്കെടുക്കില്ലേ പ്ലീസ്? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എന്നെക്കൊണ്ട് ഫ്യൂച്ചർ ഒന്നും മാറ്റാൻ പറ്റില്ലേ? ഇല്ല, എനിക്ക് പറ്റുന്നത് പോലെ ശ്രമിക്കും. ഈ ഫൈനലിൽ പങ്കെടുത്തിട്ട് ഷോൾഡർ ഇഞ്ചുറി ആയതുകൊണ്ടല്ലേ അവർക്ക് പിന്നെ സ്വിം ചെയ്യാൻ പറ്റാതെ കേപ്പ് ഐഡൽ ആയത്. അതുകൊണ്ടല്ലേ അവർക്ക് കുറെ റൂമേഴ്സ് ഹൈറ്റേഴ്സ് ഒക്കെ വന്നത്.
പെണ്ണിനെ കൊണ്ട് ഇത് കഷ്ടായല്ലോ. പറയുന്ന ഒന്ന് കേക്ക്, ഇപ്രാവശ്യത്തെ ഫൈനലിൽ പോവല്ലേ? ആ ഫൈനലിൽ പോയില്ലെങ്കിൽ നിനക്കെന്താ? അത് നല്ലതല്ല, അത് നിങ്ങൾക്ക് ബാഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കൂ. എനിക്ക് ബാഡായിട്ട് എന്ത് സംഭവിച്ചാലും നിനക്കെന്താ? സ്വിമ്മിങ് എന്റെ പാഷനാണ്, അതിൽ നിന്ന് എന്നെ ആർക്കും തടയാൻ പറ്റില്ല. ഇപ്രാവശ്യത്തെ ഫൈനലിൽ പങ്കെടുക്കല്ലേ പ്ലീസ്, ഞാൻ പറഞ്ഞ ഒന്ന് കേക്ക്. ഇത് നല്ലതിന് വേണ്ടിയാ, അല്ലാണ്ട് ഒന്നുമല്ല. ഓ ഇവളെ കൊണ്ട് ഇത് പോയി തരുമോ? എനിക്കറിയാം നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടാവുന്നു, പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റൂ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, തൽക്കാലം ഇപ്പൊ പോയേക്കാം. എന്താ മച്ചു, ഇവളെപ്പോഴും നിന്റെ പിന്നാലെയാണല്ലോ. അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തെ. ഇവളെന്താ ഇപ്പൊ എന്റെ പിന്നാലെ നടക്കുന്നേ? പെട്ടെന്ന് എന്താ ഒരു മാറ്റം? ഇത്രയും കാലം ആ ഗബ്രിയുടെ പിന്നാലായിരുന്നു. ഏത് ഗബ്രി? അവൻ നമുക്ക് ശരിക്കും അവൻ ഇഷ്ടമാണോ? ഇന്നലെ പ്രപ്പോസ് ചെയ്തിരുന്നൊക്കെ പറഞ്ഞേ. ഇപ്പൊ എന്താ ഇവിടെ നിന്റെ പിന്നാലെ നടക്കുന്നേ? ഇവളൊരു കോഴിയാണെന്ന് തോന്നുന്നേ. ഏയ് അവള് കോഴിയൊന്നുമല്ല. എന്താണ് നിനക്ക് കൊള്ളുന്നുണ്ടോ? നീ പോടാ അവിടുന്ന്, അവള് കോഴിയൊന്നുമല്ല. ഇപ്പൊ ഫീലിങ്സ് നിന്നോടായിട്ടുണ്ടാവും. നീ ഒന്ന് പോയ അവിടുന്ന്. ആരാ? മോനെ, ഞാനൊരു മന്ത്രവാദിനിയാണ്. അതിന് മോനെ, നിന്റെ റൈറ്റ് ഷോൾഡറിൽ ഒരു വലിയ പ്രേതം ഇരിപ്പുണ്ട്. എന്താ പൈസയാണോ നിങ്ങക്ക് വേണ്ടത്? പൈസയൊന്നും വേണ്ട മോനെ. പിന്നെ നിങ്ങളെ വിശ്വസിക്കണോ? എന്നെ വിശ്വസിച്ചോ? ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്ക്. നിന്റെ ഇടത്തെ കാലിൽ വലത്തെ സൈഡിൽ ഒരു മുറിവില്ലേ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു മന്ത്രവാദിനിയാണ്. നിന്റെ ആ ഷോൾഡറിലുള്ള പ്രേതമില്ലേ, അതാ എന്നോട് പറഞ്ഞത്. സത്യമായിട്ടും ശരിക്കും? ഞാൻ പറഞ്ഞത് വിശ്വസിക്കും മോനെ. എനിക്കിപ്പോ നല്ല സമയമല്ല. ഇപ്പൊ ഒരു നല്ല കാര്യങ്ങളും ചെയ്യാൻ പോകരുത്, മനസ്സിലായോ മോനെ? അതെന്താ? പ്രേതം നിന്നെ ഒന്നിനും സമ്മതിക്കില്ല. ആ പ്രേതം നിന്നെ വിട്ട് പോവുകയില്ല. നിങ്ങളൊന്ന് പൊയ്ക്കേ ഇവിടുന്ന്. മന്ത്രവാദിനി, എന്റെ ഭാവി ഒന്ന് പറഞ്ഞു തരുമോ? നീയോ? നീ കാരണം എനിക്ക് പണിഷ്മെന്റ് കിട്ടി. നിനക്കൊന്ന് നന്നായിക്കൂടെ? നിനക്ക് ഇനിയും നല്ലതുപോലെ ജീവിക്കാൻ അവസരങ്ങളുണ്ട്. നീ ഇങ്ങനെ അടി ഇടിയൊക്കെ ഉണ്ടാക്കി സീത്ത കുട്ടിയായിട്ട് നടക്കുമ്പോ എന്റെ പാരന്റ്സിന് എന്ത് വിഷമം ഉണ്ടാവും അറിയാം നിനക്ക്? ഓരോ പാരന്റ്സിനും അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് വിഷമം ഉണ്ടാവും? നീ ഇങ്ങനെ അടി ഇടി ഉണ്ടാക്കിയിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അവർക്ക് എത്ര വിഷമം ഉണ്ടാവും? എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര കെയർ ചെയ്യുന്നേ? ഓ നിനക്ക് എന്നെ ഇഷ്ടമാണല്ലോ അല്ലേ? ഞാൻ മറന്നുപോയി. എടാ, അത് ബുദ്ധി ഇല്ലാത്ത അനു നിന്നെ വന്ന് പ്രപ്പോസ് ചെയ്തല്ലേ, അത് എന്റെ പ്രശ്നമല്ല. പിന്നെ ഇതാരാണെന്നാവോ? മന്ത്രവാദിയോ? ഇത് മന്ത്രവാദിയാ. ഈ മന്ത്രവാദിക്ക് നിന്നോട് ഒരു ഇഷ്ടവും ഇല്ല, മനസ്സിലായോ? ഞാൻ നിന്നെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞത്. നിന്നെ ഒരു മുതിർന്ന ആള് ഉപദേശിക്കുന്നതാ കരുതിയാ മതി. ഓ ആയിക്കോട്ടെ. മനസ്സിലായില്ലേ? ഇനി നിന്റെ പാരന്റ്സിനെ നീ വിഷമിപ്പിക്കരുതെന്നാ പറഞ്ഞത്. നീ വിചാരിക്കുന്നത് പോലെ എല്ലാ പാരന്റ്സും അങ്ങനെ ആണെന്നില്ല. അത് നിന്റെ പ്രായം കൊണ്ട് തോന്നതാ. നിന്റെ പ്രായത്തിലുള്ളവർക്ക് അങ്ങനെ പലതും തോന്നും. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പാരന്റ്സിന്റെ വിലയൊക്കെ. മനസ്സിലായോ? ഓ മനസ്സിലായേ. അയ്യോ ഞാൻ എന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞല്ലോ. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ കാര്യത്തിൽ ഇന്ന് കെയർ കാണിക്കുന്നു മാഡം? എന്റെ പാരന്റ്സിന് പോലും ഇത്ര കെയർ ഇല്ലല്ലോ. ഓ ഇവനെ കൊണ്ട് ഇവിടെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു, അയാൾ കണ്ടിരുന്നോ? മന്ത്രവാദിക്ക് പൈസ തരാൻ മറന്നോ? അത് തരാൻ വന്നതാ. അത് പിന്നെ ഇതാരാ ഇവളുടെ കൂടെ? ബ്രോ, ഞാൻ ഗബ്രി. ഇവനാണല്ല ഗബ്രി. നൈസ് ടു മീറ്റ് യു. ശരിക്കും തനിക്കെന്താ വേണ്ടേ? അത് പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. ശരിക്കും പറയാ, എനിക്കെല്ലാം അറിയാം. നിങ്ങളുടെ ദേഹത്തിൽ പ്രേതമുണ്ട്, സത്യമാ. ഓ കലക്കി വട്ട്, അല്ലാണ്ടെന്താ? എന്റെ വീടിന്റെ തൊട്ടടുത്തോ? എന്നാലും ഇത്രയും കാലം എന്റെ വീടിന്റെ മേലെ താമസിച്ചെന്ന് ഇവനാണെന്ന് അറിഞ്ഞില്ലല്ലോ. എന്നാലും ഇത്രയും കാലം എന്റെ വീടിന്റെ മേലെ താമസിച്ചെന്ന് ഇവനാണെന്ന് അറിഞ്ഞില്ലല്ലോ. നാളെ നീ സ്വിമ്മിംഗ് കോമ്പറ്റീഷന് പങ്കെടുക്കില്ലടാ. നിന്റെ സ്വിമ്മിംഗ് സൂട്ട് ഞാൻ കാണിച്ചു തരാം. സ്വിമ്മിംഗ് സൂട്ടോണ്ട് പോവാൻ നോക്കണോ? എന്താ കൊച്ച എന്നെ വിട്. നീ ആരാ? ഓ മര്യാദക്ക് സ്വിമ്മിംഗ് സൂട്ട് വെച്ച് പോയിക്കോ, അല്ലെങ്കിൽ സ്വഭാവം മാറും. പറഞ്ഞില്ല വേണ്ട. എന്താടി ഞാൻ ഈ സ്വിമ്മിംഗ് സൂട്ട് കൊണ്ടുപോയാലേ? പറ്റില്ല, അതിന്റെ ആരവന്റെ സ്വിമ്മിംഗ് സൂട്ടാ. ഇങ്ങോട്ട് താടാ അത്. ഇത് ഞാൻ തരില്ല. അവൻ വരുന്നുണ്ടെന്ന് തോന്നുന്നേ. മുങ്ങിയേക്കാം. എന്താ ഇവിടെ ഒരു ശബ്ദം? അയ്യോ എന്നെ ഇപ്പൊ പിടിക്കും.
ഓ എന്റെ സ്വിമ്മിംഗ് സൂട്ട് അടിച്ചു മാറ്റി ഞാൻ നാളെ മത്സരിക്കാതിരിക്കാനാണോ നീ ഇത് അടിച്ചു മാറ്റാൻ വന്നത്? നീ എന്തിനാ എന്റെ പുറകെ എങ്ങനെ നടക്കുന്നേ? എന്നെ എന്റെ വഴിക്ക് വിട്ടൂടെ? ഇനി എങ്കിലും എന്റെ പിന്നാലെ എങ്ങനെ നടത്തുന്ന നിർത്ത്. ആ നിങ്ങൾ നല്ലതിന് വേണ്ടിട്ടാ, നിങ്ങൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾ നാളെ മത്സരിക്കരുത് പ്ലീസ്. മത്സരിച്ചപ്പോ എന്താ ഉണ്ടാവാ? ഓ നിങ്ങൾക്ക് ഷോൾഡർ ഇഞ്ചറി ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും നീന്താൻ പറ്റില്ല. അതുണ്ടാവും പോകുന്നേ. ചോദിച്ചു കഴിഞ്ഞ് എങ്ങനെ മിണ്ടാതെ നിന്നോ? എന്തുകൊണ്ട് ഞാൻ മത്സരിച്ചുകൂടാന്നാ നീ പറയുന്നേ? പ്ലീസ് നാളെ മത്സരിക്കരുത്, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മത്സരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വിമ്മിംഗ് കരിയർ തന്നെ നിർത്തേണ്ടി വരും. നിനക്കെന്ത് ഭ്രാന്താണോ? ഈ സ്വിമ്മിംഗ് സൂട്ട് മോഷിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടല്ലേ നീ? ഞാൻ കഷ്ടപ്പെട്ടു. ഒക്കെ നിങ്ങൾക്ക് വേണ്ടിട്ടാ, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിട്ടാ. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങൾ കേട്ടൂടെ? ഓ ഇവൾക്ക് ശരിയാ, ഞാൻ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്, പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ടാ. എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ നീ ആരാ? നീ എന്തിനാ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.